السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله. خولة بنت حكيم رضي الله تعالى عنها ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ നസല മൻസിലൻ ثم قال أعوذ بكلمات الله التامات من شر ما خلق لم يضره شيء حتى يرتحل من منزله ذلك. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ നസല മൻസിലൻ, ആരെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരാൾ യാത്രയിലാണ്, അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അയാൾ ഇറങ്ങേണ്ടി വന്നു, അപ്പോൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമ്പൂർണമായ നാമങ്ങൾ മുഖേന അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു. എന്തിൽ നിന്നും? മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഞാൻ അവനോട് ശരണം തേടുന്നു എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ലം യദുർറഹു ഷൈഉൻ, ഒരു കാര്യവും, അവിടെയുള്ള ഒരു കാര്യവും അവർക്ക് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, അവൻ ആ സ്ഥലത്തിൽ നിന്നും പോകുന്നത് വരേക്കും അവനക്ക് അവിടെയുള്ള യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും ഇറങ്ങുന്നവരും മറ്റൊക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ നമ്മൾ ഒരു വട്ടം പറയുകയാണെങ്കിൽ അവിടെയുള്ള യാതൊരു സംഗതിയും, ഒരു കാര്യവും നമ്മളെ ഉപദ്രവിക്കുകയില്ല എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, ഇത് ചൊല്ലിയിട്ടും എനിക്ക് അവിടുന്ന് ചില ഉപദ്രവങ്ങൾ ഉണ്ടായി, ഇത് പറഞ്ഞിട്ടും എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ അങ്ങനെ സ്ഥലത്തു നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖദറാക്കിയതാണ്, അള്ളാഹു നമുക്ക് കണക്കാക്കിയതാണ്. അള്ളാഹു കണക്കാക്കുന്നത് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഖദറുൻ മുബറം എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ ഒരു കാര്യം. അതുപോലെ തന്നെ ഖദറുൻ മുഅല്ലഖ്, മലായിക്കത്തുകളുടെ കരങ്ങളിൽ അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യം. ഖദറുൻ മുബറം അതൊരിക്കലും മാറൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയത് ഒരിക്കലും അത് മാറൂല, അത് ഒരാൾക്കും തന്നെ അറിയാനും സാധിക്കൂല. എന്നാൽ ഖദറുൻ മുഅല്ലഖ്, മലായിക്കത്തുകളുടെ കരങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ടാവും. അത് പക്ഷേ മുത്ലഖൻ, നിരുപാധികം നടക്കുക എന്നുള്ളതാവൂല. ഇപ്പോൾ ഒരു ഉപദ്രവം നമുക്ക് വരണമെന്ന് അള്ളാഹു ചിലപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് രേഖപ്പെടുത്തിയത് ലൗഹുൽ മഹ്ഫൂദിലാണ് എങ്കിൽ, അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിലാണ് രേഖപ്പെടുത്തിയതെങ്കിൽ നമ്മൾ ഏത് ദിക്ർ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അത് നമ്മളെ ബാധിക്കുക തന്നെ ചെയ്യും. പക്ഷെ ലൗഹുൽ മഹ്ഫൂദിൽ എന്ത് രേഖപ്പെടുത്തി എന്ന് നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം ഖദറുൻ മുഅല്ലഖ്, മലായിക്കത്തുകളുടെ കരങ്ങളിൽ അള്ളാഹു രേഖപ്പെടുത്തും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു തേളിൻ്റെ കടി കൊള്ളണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ എന്നുള്ളത് അള്ളാഹു മലായിക്കത്തുകളുടെ കരങ്ങളിൽ രേഖപ്പെടുത്തും. അതോടുകൂടെ തന്നെ അള്ളാഹു രേഖപ്പെടുത്തും അവന് ഇഖ്തിയാർ ഉണ്ടല്ലോ, ആ ഇഖ്തിയാർ അനുസരിച്ചുകൊണ്ട്, അതായത് തെരഞ്ഞെടുപ്പ്, എന്ത് ചെയ്യണം എന്നുള്ള തെരഞ്ഞെടുപ്പ് അവകാശം മനുഷ്യനുണ്ട്, അതനുസരിച്ചുകൊണ്ട് അവൻ ഈ ദിക്ർ പറയുകയാണ് എങ്കിൽ അവനക്കത് ബാധിക്കുകയില്ല. ഈ രൂപത്തിലായിരിക്കും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അവൻ്റെ ഇഖ്തിയാർ അനുസരിച്ചുകൊണ്ട്, അവൻ്റെ തെരഞ്ഞെടുപ്പ് അവകാശം അനുസരിച്ചുകൊണ്ട് അവൻ ഈ ദിക്ർ പറയുകയാണ് എങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, അവനക്കിത് ബാധിക്കൂല. എന്നാൽ അവന് അത് പറയാതിരിക്കുകയാണെങ്കിൽ അവനത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്തൊക്കെ സംഭവിക്കുന്ന ഇതാണ്. ദുആ ചെയ്യുമ്പോഴാണെങ്കിലും, അതുപോലെ തന്നെ സ്വതക്ക ചെയ്താൽ, അതുപോലെ തന്നെ മറ്റു കുറേ കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട്. എന്നാൽ നമ്മുടെ മഹ്സൂസായ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ യാതൊരു കണക്ഷനും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അതിനുണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മലായിക്കത്തുകളുടെ കരങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അപ്പോൾ അത് എന്താണോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ചെയ്താൽ സ്വാഭാവികമായും അതിൻ്റെ വരാനിരിക്കുന്ന റിസൾട്ട് അത് സംഭവിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ് എങ്കിൽ
അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും നമുക്ക് ബാധിക്കുകയില്ല. ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്ക് ചൊല്ലിയിട്ടും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമായും കണക്കാക്കിയതാണ്. അതിൽ എന്തോ ഒരു ഖൈറ്, നമുക്കറിയാത്ത ഒരു ഖൈറ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ വെച്ചിട്ടുമുണ്ട് എന്നുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല വിചാരമാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.